ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് എരിപുളി എങ്ങനെ ഉണ്ടാക്കാം എന്ന ഒരു വീഡിയോ കാണാം. അതിനു വേണ്ടി ഒരു നേന്ത്രക്കായ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1.5 മുറി നാളികേരം ചെരുകിയിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തൈര്, പച്ചമുളക്, വെളുത്തുള്ളി ഒരു 5-8 അല്ലിയുണ്ട്. പിന്നെ വേപ്പില, ജീരകമുണ്ട്, എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കായ നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അതിലേക്ക് കായ മുങ്ങാൻ പാകത്തിന് വെള്ളം, പിന്നെ അതിനോടൊപ്പം തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. മുങ്ങാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, വെള്ളം കൂടണ്ട. അങ്ങനെ അത് മൂടി വെച്ച് വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് നാളികേരവും തൈരും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും വേപ്പില ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് വേപ്പിലയും കൂടി അരച്ച് ചേർക്കണത്. അതെല്ലാതും കൂടി ചേർത്ത് തീരെ വെള്ളം ഒഴിക്കണില്ല. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വെള്ളം കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വെള്ളം ഒഴിക്കാത്തത്. അതിന് പകരം നമ്മൾ തൈരാണ് ചേർത്ത് അരയ്ക്കണത്. നല്ല പേസ്റ്റായിട്ട് അരച്ച് എടുക്കണം. നല്ല വെണ്ണ പോലെ അരയണം എരിപുളിക്ക് നാളികേരം അരയ്ക്കുമ്പോൾ. അങ്ങനെ അത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കായ വെന്ത് കിട്ടിയിട്ടുണ്ട്. കായ വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ നമ്മുടെ അരപ്പ് ഇതിൽ ചേർക്കാം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട. നല്ല കുറുക്ക് പോലത്തെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാണ്ട് ആയിട്ട് എടുത്താൽ മതി. മഞ്ഞപ്പൊടിയുടെയും ഉപ്പിൻ്റെയും ഒക്കെ ഒരു കുറവുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പിന്നീട് ആഡ് ചെയ്യണം. അങ്ങനെ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ അത് ഓഫ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ കടുക് പൊട്ടിച്ചൊഴിക്കാം. കടുക്, ഉലുവ, വറ്റൽമുളക്, വേപ്പില എല്ലാം കൂടി വെളിച്ചെണ്ണയെ ഒഴിച്ചിട്ട് പൊട്ടിച്ചിട്ട് ഒഴിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.